നമസ്തേ. ബി.ജെ.പി. സർക്കാരിനെ തുറന്നുകാട്ടാൻ സ്കൂളുകളിലേക്ക് കയറിയ സി.ജെ.പി. പ്രവർത്തകർക്ക് തിരിച്ചടി. മഹാരാഷ്ട്രയിൽ കേസ്, രാജസ്ഥാനിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഒടുവിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടിയ അഭിജിത് ദീപ്കെ. വിശദമായ വാർത്തയിലേക്ക് പോകാം. സർക്കാർ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ തുറന്നുകാട്ടാനുള്ള പോരാട്ടമാണോ ഇത്? അതോ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയോ? ലാത്തൂരിലെ സംഭവങ്ങളും രാജസ്ഥാനിലെ പ്രതിഷേധവും ഇപ്പോൾ ഉയർത്തുന്നത് വലിയ ചോദ്യങ്ങളാണ്. മഹാരാഷ്ട്രയിൽ അനുമതിയില്ലാതെ സർക്കാർ സ്കൂളിൽ അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സി.ജെ.പിയുടെ കൺവീനറും സ്ഥാപകനുമായ അഭിജിത് ദീപ്കയ്ക്കും മറ്റു പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ലാത്തൂരിലെ ഔസ പോലീസ് സ്റ്റേഷനിലാണ് ദീപ്കെ, പാർട്ടി പ്രവർത്തകനായ അജിങ്ക്യ ഷിൻഡെ, മറ്റ് സി.ജെ.പി. പ്രവർത്തകർ എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് 500 കിലോമീറ്ററിലധികം അകലെയുള്ള ലാത്തൂർ ജില്ലയിലെ ഔസയ്ക്കടുത്തുള്ള ജാവലിയിലെ ജില്ലാ പരിഷത്ത് ഉറുദു സ്കൂളിലെ അധ്യാപിക സയ്യിദ് ഷംഷാദ് ബാനോ ഖൈറാത്ത് അലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമ നടപടി. അധികാരികളുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്കൂൾ പരിസരത്ത് പ്രവേശിക്കുകയും ഔദ്യോഗിക ജോലികൾ തടസ്സപ്പെടുത്തുകയും അധ്യാപകരെ സസ്പെൻഡ് ചെയ്യിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന ആരോപണം. ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒരു സർക്കാർ ജീവനക്കാരനെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്നതിൽ നിന്ന് തടയുന്നതിനായി ആക്രമിക്കുകയോ ക്രിമിനൽ ബലം പ്രയോഗിക്കുകയോ ചെയ്യുക വകുപ്പ് 132, അതിക്രമിച്ചു കടക്കൽ വകുപ്പ് 329(3), ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ വകുപ്പ് 351(2), ക്രിമിനൽ അപകീർത്തിപ്പെടുത്തൽ വകുപ്പ് 386(2) എന്നീ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ ഇട്ടത്. അഭിജിത് ദീപ്കെ ബി.ജെ.പി. ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ സർക്കാർ സ്കൂളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാൻ പ്രത്യേകം ശ്രമിക്കുന്നുവെന്ന് അതിനിടെ ആരോപണമുയർന്നു. സർക്കാർ സ്കൂളുകൾ എവിടെയായാലും പോരായ്മകൾ ഉണ്ടെന്നിരിക്കെ എന്തിനാണ് ബി.ജെ.പി. ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ സ്കൂളുകളെ തന്നെ പിടിക്കുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം. അതുപോലെ തന്നെ മറ്റൊരു സി.ജെ.പി. നേതാവായ അശുതോഷ് റാങ്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു ബി.ജെ.പി. ഭരണ സംസ്ഥാനമായ ബംഗാളിലാണ്. എന്തുകൊണ്ട് ഇവർ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലോ തെലങ്കാനയിലോ ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിലോ ഉള്ള സർക്കാർ സ്കൂളുകളിൽ പോകുന്നില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ ഔസ താലൂക്കിലുള്ള ഒരു സർക്കാർ സ്കൂളിൽ അഭിജിത് ദീപ്കെ ചെയ്ത ഒരു തട്ടിപ്പും ഇതിനിടെ പുറത്തു വന്നിരിക്കുകയാണ്. ആ സ്കൂളിൽ കുട്ടികൾ കുറവായതിനാൽ തന്റെ സ്കൂൾ നന്നാക്കൽ പരിപാടിക്ക് കുട്ടികൾ വേണമെന്നതിനാൽ മറ്റു സ്കൂളുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്നു എന്നതാണ് വിമർശനം. ക്ലാസ് മുറികളിൽ കയറി വിദ്യാർത്ഥികൾക്കിടയിൽ ഇരിക്കുകയും സ്കൂളിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അത് ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തത് വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. കൂടാതെ തങ്ങളുടെ സന്ദർശനത്തെക്കുറിച്ച് അറിഞ്ഞ് സ്കൂൾ അധികൃതർ തൊട്ടടുത്ത സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ക്ലാസ് മുറികളിൽ ഇരുത്തിയിരിക്കുകയാണെന്ന് ദീപ്കെ വ്യാജമായി ആരോപിക്കുകയും ഇത് സ്കൂളിനെയും അധ്യാപകരെയും അപകീർത്തിപ്പെടുത്താൻ ഇടയാക്കുകയും ചെയ്തുവെന്നും അധ്യാപിക ആരോപിച്ചു. രാജ്യത്തുടനീളമുള്ള സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരവും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സി.ജെ.പി. നടത്തുന്ന സ്കൂൾ തീ കരോ, സ്കൂൾ നന്നാക്കൂ എന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ഈ ഒരു സന്ദർശനം. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-ന് ഹിങ്കോളിയിലെ ദീപ്കയുടെ ജന്മനാട്ടിൽ നിന്നാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ സന്ദർശിച്ചു വരികയാണെങ്കിലും പലയിടത്തും ഇവർക്ക് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജയ്പൂരിലെ രാംപുര കൻവാർപുരയിലുള്ള സർക്കാർ സ്കൂൾ സന്ദർശിക്കുന്നതിനിടെ സി.ജെ.പി. സംഘത്തിന് നേരെ പ്രദേശവാസികളുടെ ആക്രമണം ഉണ്ടാവുകയും ഇതിൽ ക്രോസ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് രാജസ്ഥാനിലെ ഗ്രാമത്തിലെ വിദ്യാർത്ഥികളെ ശൂന്യമായ ഒരു വീട്ടിലേക്ക് മാറ്റേണ്ടി വന്ന സാഹചര്യം വരെ ഉണ്ടായി. മുംബൈയിൽ സന്നദ്ധ പ്രവർത്തകർ അനുമതിയില്ലാതെ മുനിസിപ്പൽ സ്കൂളുകളിൽ പ്രവേശിക്കുന്നത് കോർപ്പറേഷൻ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ വിലക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ലാത്തൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ സർക്കാർ സ്കൂളിന്റെ ശോചനീയാവസ്ഥ തുറന്നുകാട്ടുക വഴി അവിടുത്തെ ബി.ജെ.പി. സർക്കാരിനെ തുറന്നുകാട്ടുക എന്നതാണ് സി.ജെ.പി. നേതാവ് അഭിജിത് ദീപ്കയുടെ ലക്ഷ്യം. ഇതിനായാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ സർക്കാർ സ്കൂളിൽ പോയത്. പക്ഷേ അഭിജിത് ദീപ്കയുടെ ലക്ഷ്യം ബി.ജെ.പിയെ തുറന്നുകാട്ടലായിരുന്നെങ്കിലും വാസ്തവത്തിൽ തുറന്നുകാട്ടപ്പെടുന്നത് കോൺഗ്രസ് ആണെന്ന് തുറന്നുകാട്ടുകയായിരുന്നു ഒരു മാധ്യമപ്രവർത്തകൻ. ഉത്തരം മുട്ടിയപ്പോൾ അഭിജിത് ദീപ്കെ പൊട്ടിക്കരഞ്ഞു. ആ ഒരു സംഭാഷണം ഇങ്ങനെയാണ്. റിപ്പോർട്ടർ ചോദിക്കുന്നു, ലാത്തൂരിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അഭിജിത് ദീപ്കെ പറയുന്നു, ലാത്തൂരിലെ ബി.ജെ.പി. സർക്കാരിന്റെ കീഴിലുള്ള സർക്കാർ സ്കൂളുകളെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ റിപ്പോർട്ടർ ചോദിച്ചു, കഴിഞ്ഞ 30 വർഷമായി ലാത്തൂരിൽ MLA ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. അപ്പോൾ അഭിജിത് ദീപ്കെ പറയുന്നു, ഇല്ല, ബി.ജെ.പിയിൽ നിന്നുള്ള ആളായിരിക്കണം എന്ന്. അപ്പോൾ റിപ്പോർട്ടർ പറയുന്നുണ്ട്, അല്ല സാർ, ലാത്തൂർ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശ്മുഖ് കുടുംബമാണെന്ന്. അപ്പോൾ അഭിജിത് ദീപ്കയ്ക്ക് പക്ഷേ MP-ക്കും ജോലി ചെയ്യാം. അപ്പോൾ റിപ്പോർട്ടർ ചോദിച്ചു, ലാത്തൂർ MPയും കോൺഗ്രസിൽ നിന്നുള്ള ആളാണെന്ന് മറുപടി കൊടുത്തു.
അപ്പോൾ അഭിജിത്ത് ദീപ്കെ അതിനെന്ത്, ഇവ ഗ്രാമീണ സ്കൂളുകളാണ്, മേയറും പ്രധാനും അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായിരുന്നു. അപ്പോൾ റിപ്പോർട്ടർ ചോദിച്ചു, മേയറും പ്രധാനും കോൺഗ്രസിൽ നിന്നുള്ളവരാണ് സർ എന്ന് പറഞ്ഞു. അപ്പോൾ അഭിജിത്ത് ദീപ്കെ ചോദിച്ചു, ദേഖിയെ BJPയോ കോൺഗ്രസിനെയോ സഹായിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, ദയവായി എൻ്റെ സമയം പാഴാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പോർട്ടർ ചോദിച്ചു, പക്ഷെ നിങ്ങൾ ഇവിടെ വന്നത് BJPയെ തുറന്നു കാട്ടാനാണ്, ദേശ്മുഖ് കുടുംബത്തിനെതിരെ സംസാരിക്കുമോ? അപ്പോൾ അഭിജിത്ത് ദീപ്കെ ഉടനെ പറയുന്നുണ്ട്, എൻ്റെ സമയം പാഴാക്കരുത്, താങ്കൾ ഗോഡി മീഡിയ ആണെന്ന്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നുള്ള രീതിയാണ് അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ തുടരുന്നത്. അതുപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനമായ രാജസ്ഥാനിലെ ജയ്പൂരിലെ ഒരു സർക്കാർ സ്കൂളുകളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച CJP പ്രവർത്തകരെ ഗ്രാമവാസികൾ ഒന്നടങ്കം എതിർത്തിരുന്നു. അത് ഈ അടുത്തിടെയാണ് ഈ സംഭവം നടന്നത്. ഇവരെ അർബൻ നക്സൽ എന്നും ദേശദ്രോഹികളെന്നും പാകിസ്ഥാനികളെന്നൊക്കെ വിളിച്ചാണ് ഇവരുടെ സ്കൂളുകളിലേക്ക് കടന്നു കയറാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞത്. ഗ്രാമത്തിൽ പ്രവേശിക്കാൻ പോലും നാട്ടുകാർ തങ്ങളെ അനുവദിച്ചില്ലെന്ന് പറഞ്ഞ CJP പ്രവർത്തകയായ പെൺകുട്ടിയോട് മാധ്യമപ്രവർത്തകനായ ഒരാൾ നടത്തിയ സംഭാഷണവും വൈറലായി ഇതിനോടകം. ഇതിൽ CJP പ്രവർത്തകരുടെ ധാർഷ്ട്യമാണ് മാധ്യമപ്രവർത്തകൻ തുറന്നു കാണിക്കുന്നത്. റിപ്പോർട്ടർ ചോദിക്കുന്നു, സ്കൂളിൽ സമരം ചെയ്യാൻ നിങ്ങൾ അനുമതി വാങ്ങിയോ എന്ന്. അപ്പം ആ CJP പ്രവർത്തക അവർ പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ റിപ്പോർട്ടർ അനുമതി കയ്യിലുണ്ടോ കാണിച്ചു തരുമെന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ CJP പ്രവർത്തക അവർ പറയുന്നു, ഈ സ്കൂളിൽ പരിപാടി നടത്തണമെന്ന് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ നേതാവ് അറിയിച്ചു എന്ന്. അപ്പോൾ CJP നേതാവ് സോഷ്യൽ മീഡിയയിൽ ആഹ്വാനം ചെയ്താൽ ആ സ്കൂളിൽ സമരം നടത്താൻ പറ്റുമോ? പുറത്തുനിന്നുള്ള ഒരാൾക്ക് സ്കൂളിലെ ഇല്ല എന്നാണ് പറയുന്നത്. അതിന് സ്കൂളിൽ നിന്നും പ്രത്യേകം അനുമതി ആവശ്യമാണ്. പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടിയിലെ പ്രവർത്തകർ പറയുന്നത് അവരുടെ നേതാവ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ അത് ധാരാളം മതിയെന്നാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഔദ്യോഗിക അനുമതിക്ക് പകരമാവില്ല. സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ച ശേഷം ഗ്രാമത്തിലെ സ്കൂളുകളിൽ കടന്നു കയറി അവിടുത്തെ പോരായ്മകൾ മാത്രം എടുത്തു കാണിക്കാൻ ഒരു സ്കൂളും സമ്മതിക്കില്ല. അതുതന്നെയാണ് മുൻകൂർ അനുമതി ഇല്ലാതെ പ്രതിഷേധിക്കാനെത്തിയ CJP പ്രവർത്തകർക്ക് സംഭവിച്ചത്. ഗ്രാമീണർ അവരെ തടഞ്ഞു, സ്കൂളിലേക്ക് കടത്തിവിട്ടില്ല. എന്തുകൊണ്ട് പഞ്ചാബിലെയോ തെലങ്കാനയിലോ കർണാടകയിലോ സ്കൂളുകളിൽ CJP എത്തുന്നില്ല? പൊതുവെ കോൺഗ്രസോ ആം ആദ്മി പാർട്ടിയോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്കൂളിലെ ശോചനീയാവസ്ഥ തുറന്നു കാണിക്കാൻ CJP എത്തില്ല. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാർ സ്കൂളിലെ ശോചനീയാവസ്ഥ തുറന്നു കാണിക്കാൻ CJPക്കാർ എത്തും. CJPയുടെ ഈ മോദി വിരുദ്ധ BJP വിരുദ്ധ ഇരട്ടത്താപ്പിനെതിരെയാണ് പ്രതിഷേധം ശക്തമായി ഉയരുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ സർക്കാർ സ്കൂൾ സന്ദർശനത്തിനെത്തിയ CJP സംഘത്തെ നാട്ടുകാർ തടയുകയും മർദ്ദിക്കുകയും വാഹനങ്ങൾക്ക് കല്ലെറിയുകയും ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. CJP സഹ കൺവീനർ അശുതോഷ് റാങ്ക ഉൾപ്പെടെ പ്രവർത്തകർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. ഇതിനു പിന്നാലെ BJPക്കെതിരെയാണ് ആരോപണമായിട്ട് അശുതോഷ് റാങ്ക രംഗത്ത് വന്നത്. എന്നാൽ അശുതോഷ് റാങ്ക നടത്തിയ അവകാശവാദങ്ങൾ ജയ്പൂരിലെ ബഗ്രു നിയമസഭാ മണ്ഡലത്തിലെ രാംപുര കൻവാർപുര ഗ്രാമവാസികൾ അപ്പാടെ തള്ളിക്കളഞ്ഞു. ഇതിനകം അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിച്ച സർക്കാർ പ്രൈമറി സ്കൂളിലെ തകർക്കാൻ വരുന്നത് തടയാൻ ഞങ്ങൾ സ്വയം രംഗത്തിറങ്ങിയതായിട്ടാണ് അവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത്. ഗ്രാമവാസികൾക്ക് BJPയുമായി രാഷ്ട്രീയ ബന്ധമില്ലെന്നും പ്രദേശത്തെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ സംരക്ഷിക്കാൻ മാത്രമാണ് അവർ ശ്രമിച്ചതെന്നും അനു ശർമ്മ എന്ന സ്ത്രീ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു. ഞങ്ങൾ BJPയിൽ നിന്നുള്ളവരല്ല, ഗ്രാമവാസികളാണ്. ഞങ്ങളുടെ കുട്ടികൾ ഇവിടെയാണ് പഠിക്കുന്നത്. അതിനാൽ സ്കൂൾ തകർക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ എതിർത്തു. അവർ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള ഫണ്ട് ഇതിനകം അംഗീകരിച്ചിട്ടുണ്ടെന്നും അനു ശർമ്മ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ അവിടെ ചേർന്നിട്ടുള്ള ഏകദേശം 20-25 കുട്ടികൾക്ക് താൽക്കാലിക ഷെൽട്ടറിൽ ക്ലാസ് എടുക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന് മുമ്പ് കെട്ടിടം പൊളിച്ചു മാറ്റിയാൽ കുട്ടികൾ എവിടേക്ക് പോകുമെന്ന് ഗ്രാമവാസികൾ ആശങ്കാകുലരാണെന്ന് പറഞ്ഞു. CJP അംഗങ്ങൾ അത് തകർക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ചെറിയ കുട്ടികളുണ്ട്. ഏകദേശം 20-25 കുട്ടികൾ ഇവിടെ വരുന്നു. അവർ എവിടെ പഠിക്കാൻ പോകും? ഗ്രാമവാസികൾ നേരത്തെ സന്ദർശകരോട് സ്ഥലത്തേക്ക് വരരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ എന്നിട്ടും അതിരാവിലെ എത്തിയെന്നും അനു ശർമ്മ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയും സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് തീർച്ചയായും സ്വാഗതാർഹമാണ്. എന്നാൽ ഒരു സംസ്ഥാനത്തെ മാത്രം തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രതിഷേധങ്ങളും സന്ദർശനങ്ങളും നടക്കുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി ആവശ്യമാണ്. മുൻകൂർ അനുമതിയില്ലാതെ സ്കൂളുകളിൽ പ്രവേശിക്കുന്നത് ശരിയാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ മാത്രം ലക്ഷ്യമിടുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയവ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയും ഇതേ രീതിയിൽ പരിശോധിക്കുമോ? മറുപടി വേണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം
നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.